അപ്പോൾ ഇതുവരെ സീക്വൻസിങ് പ്രോബ്ലത്തിൽ നമ്മൾ n ജോബ്സ് 2 മെഷീനിൽ ചെയ്തു, n ജോബ്സ് m മെഷീൻസിൽ ചെയ്തു. ഇവിടെ ഉള്ളത് തേർഡ് പ്രോബ്ലം 2 ജോബ്സ് m മെഷീനിൽ ചെയ്യുന്നതാണ് ഇനിയുള്ളത്. അതായത് 2 ജോബ് m മെഷീന്. അപ്പം ഇതിന്റെ അൽഗോരിതം ബാക്കി 2 അൽഗോരിതം അതായത് രീതി ചെയ്യുന്നത് ബാക്കി 2 ചോദ്യത്തിൽ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. ഇതിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്രാഫ് വരച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആണ് സംഭവം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ ഈ 2 ജോബ്സ് ആകുമ്പോൾ ഗ്രാഫാന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ ബാക്കിയുള്ള മറ്റു 2 മെത്തേഡാണെന്ന് കാര്യം ഓർത്ത് വെച്ചാൽ. അപ്പോൾ 2 ജോബ്സ് ആകുമ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ അതിന് ഒരു അൽഗോരിതം ഉണ്ട്. അപ്പോൾ അൽഗോരിതം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കുക, അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്താൽ നമുക്ക് അൽഗോരിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ നമ്പർ 5. Use graphical method to minimize the time required to process the following jobs on 2 machines. On jobs on 5 machines ആണ് കേട്ടോ, 2 അല്ല 5 machines. 5 മെഷീനിലാണ് ചെയ്യേണ്ടത്. 2 ജോബ് ഉണ്ട്, 5 മെഷീൻസിൽ ചെയ്യുക. Find the job which should be processed first. Also calculate the total elapsed time to compute both jobs. അപ്പോൾ ഇവിടെ 2 ജോബ് തന്നിട്ടുണ്ട്, ജോബ് നമ്പർ 1 ആൻഡ് ജോബ് നമ്പർ 2. അത് ജോബ് നമ്പർ 1 ആദ്യം മെഷീൻ എ ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബി ചെയ്യണം, പിന്നെ സി ചെയ്യണം, പിന്നെ ഡി ചെയ്യണം, പിന്നെ ഇ ചെയ്യണം. അപ്പോൾ എ മെഷീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബി എന്ന മെഷീൻ ചെയ്യേണ്ടത്. അപ്പോൾ ജോബ് ആദ്യം എ എന്ന മെഷീനിലൂടെ പോകണം, പിന്നെ ബി എന്ന മെഷീനിലൂടെ പോകണം, പിന്നെ സിയിലൂടെ പോകണം, പിന്നെ ഡിയിലൂടെ പോകണം, ഇ എന്ന പോകണം. ജോബ് 2 ആദ്യം ബി എന്ന മെഷീൻ ചെയ്യണം, പിന്നെ സി എന്ന മെഷീൻ ചെയ്യണം, പിന്നെ എ എന്ന മെഷീൻ ചെയ്യണം, പിന്നെ ഡി എന്ന മെഷീൻ ചെയ്യണം, പിന്നെ ഇ എന്ന മെഷീൻ ചെയ്യണം. അപ്പോൾ ആ ഓർഡറിൽ വന്നിട്ട് ടൈം ആണെന്ന് വെച്ചാൽ എ എന്ന മെഷീൻ ജോബ് 1 ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 3 മണിക്കൂർ, ബി ജോബ് 1 ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 4 മണിക്കൂർ, സി ജോബ് 1 ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 2 മണിക്കൂർ, ഡി അതേപോലെ 6, ഇ 2 മണിക്കൂർ. സിമിലർലി ഫോർ ജോബ് 2. ഇപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒരു XY പ്ലെയിൻ വരയ്ക്കുക, ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു എക്സ്, പിന്നെ മുകളിലേക്ക് ഒരു Y പ്ലെയിനും എടുക്കുക. അപ്പോൾ ഇവിടെ ജോബ് 1 കൊടുക്കുക, ഇവിടെ ജോബ് 2 തന്നിട്ടുണ്ട്. ജോബ് 1 ആദ്യം, ജോബ് 2, പിന്നെ ഇവിടെ 0 തുടങ്ങിയിട്ട് 1 2 3 ഇട്ട് പോവുക എൻഡ് വരെ. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഇപ്പം എത്ര വരെ ചെയ്യേണ്ടത് വെച്ചാൽ ജോബ് 1 3 4, ജോബ് 1ന്റെ കേസിൽ എ ബി സി ഡി ഈ ഫോമിലാണ് എഴുതേണ്ടത്. ജോബ് 1ന്റെ ഇത് ജസ്റ്റ് ഇങ്ങോട്ട് താഴത്തേക്ക് എഴുതണം, നമുക്ക് മനസ്സിലാവേണ്ടി. 3 4 2 6 2 ടൈം എടുക്കും ഓരോന്നും ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള സാധനം. അപ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് ജോബ് 1ൻ്റെത് എക്സ് ആക്സിസിലാണല്ലോ. അപ്പോൾ എക്സ് ആക്സിസിൽ ആദ്യം 0 to 3 ചെയ്ത്, അതായത് 3 എടുത്ത് വന്നത് 0 തുടങ്ങി എ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം 3. ഓക്കെ അല്ലേ? ബി കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം എന്താണ്? 4 ആണ്. അപ്പോൾ 3 + 4 ആകുമ്പോൾ എയും ബിയും കംപ്ലീറ്റ് ആവും. അപ്പോൾ 3 + 4 = 7. അപ്പോൾ 3 എഴുതുക, പിന്നെ അടുത്ത് 7 എഴുതുക. 7 + 2 ആകുമ്പോൾ സിയും കൂടി കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ജോബ് 1 ആദ്യം എന്താ കംപ്ലീറ്റ് ചെയ്യണം? എ എന്ന മെഷീനിലൂടെ പോയി, അപ്പം 3 മണിക്കൂർ കഴിയും. ബി എന്ന മെഷീനിലൂടെ പോകുമ്പോൾ 7 മണിക്കൂർ കഴിയും. സി എന്ന മെഷീനിലൂടെ പോയി കഴിയുമ്പോൾ 2 മണിക്കൂറും കൂടി കൂട്ടി 9 മണിക്കൂറാവും. പിന്നെ ഡി എന്ന മെഷീനിലൂടെ പോകാൻ 6 മണിക്കൂർ എടുക്കും. അപ്പോൾ 9 + 6 15, പിന്നെ 15 + 2 17. സിമിലർലി ബി എന്ന മെഷീന് ആദ്യം ബി എന്ന 2 എന്ന മെഷീൻ സെക്കൻഡ് ജോബ് ആദ്യം ബി എന്ന മെഷീനിലൂടെ പോകണം. അപ്പോൾ അതിനെടുക്കുന്ന സമയം 0 to 5. അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ ബി എന്ന ജോബ് 2 ഇതിലൂടെ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് വിചാരിക്കുക, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ 5 മണിക്കൂർ സമയമെടുക്കും ബി എന്ന മെഷീനെ തീർക്കാൻ. പിന്നെ 4 മണിക്കൂർ എടുക്കും. 4 + 5 9, 9 + 3 12, 12 + 2 14, 14 + 6 20. ഇങ്ങനെയാണ് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസിലും ആ ഒരു കോർഡിനേറ്റ്സ് കൊടുക്കുന്നത്. അപ്പം ഇത് കറക്റ്റ് വാല്യൂ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ് തെറ്റും. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ മനസ്സിലാക്കണം. അതായത് ഇവിടെ 4 ഡിസ്റ്റൻസ് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസിലുള്ള കോർഡിനേറ്റ്സുകൾ കിട്ടി. ഇനി നമ്മൾ എങ്ങനെ വരയ്ക്കുക എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താ തന്നത്? ഫസ്റ്റ് തന്നിരിക്കുന്നത് 0 to 3 ഇടയിലാണ് എ കംപ്ലീറ്റ് ആകുന്നത് അല്ലേ? അപ്പോൾ എ കംപ്ലീറ്റ് ആകുന്നത് പറഞ്ഞാൽ 0 to 3 ഇടയിലാണ്. പക്ഷെ ജോബ് 2 എ കംപ്ലീറ്റ് ആവുന്നത് എവിടെയാണ്? 7ന്റെയും 12ന്റെ ഇടയിൽ. കാരണം 9ന്റെയും 12ന്റെ ഇടയിൽ ഇവിടെയാണ് കംപ്ലീറ്റ് ആകുന്നത്. 3 കംപ്ലീറ്റ് ആണ്, എ കംപ്ലീറ്റ് ആണ് ഇവിടെയാണ് എത്തുന്നത്, ഇവിടെയാണ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ 5 + 4 + 3
12 കംപ്ലീറ്റ് ആവും. സ്റ്റാർട്ട് ചെയ്യുന്ന വരുന്ന 9 സ്റ്റാർട്ട് ചെയ്ത് 12 കംപ്ലീറ്റ് ആവും. അപ്പോൾ 0 to 3 ഇവിടെ കറസ്പോണ്ടിങ്ലി 12 to 9. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതാണ്? അത് ഈ ഒരു സ്ക്വയർ ആണ്. ആ സ്ക്വയർ എന്തിന്റെ സ്ക്വയർ ആയിരിക്കും? എന്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ 0 to 3 ആണ് ഇവിടെ വരിക. എന്റെ കേസ് 0 to 3. 9 to 12 ആണ് ജോബ് ബി 2 വരിക, എ എന്ന മെഷീനിലൂടെ കടത്തി വരുന്ന സമയം. അപ്പം ഈ ഒരു ബോക്സ് ആയിരിക്കും, അതായത് ഈ രണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ ക്യാച്ച് ചെയ്യണതും ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ക്യാച്ച് ചെയ്യണതും, ആ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം അതാണ് ആ ബോക്സ് ആണ് നമ്മുടെ എ എന്ന മെഷീന്റെ ബോക്സ്. എ എന്ന മെഷീൻ അവിടെയാണ് കിടക്കുക. ഇനി അടുത്ത് ബി എന്ന മെഷീനിന്റെ കേസ് നോക്കുക. ബി എന്ന മെഷീനിൽ ജോബ് 1 ബി എന്ന മെഷീൻ എവിടെയാണ് തുടങ്ങുക? 3 തുടങ്ങി 3 + 4 7 അവസാനിക്കുന്നു. അപ്പൊ 3 തുടങ്ങി 7 അവസാനിക്കുന്നു ബി എന്ന ജോബ്. അത് ജോബ് 1 ഫോർ ബി. ജോബ് 2 ബി എന്ന മെഷീന് 0 to 5 കാരണം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. 0 to 5 കണക്ട് ചെയ്യുന്നത്. അപ്പം 0 മുതൽ 5. അപ്പൊ ഇത് രണ്ടും ഈ ഒരു ലൈനും ഈ ഒരു ആള് മുകളോട്ട് പോവുക, ഈ ഒരാളും കൂട്ടിമുട്ടുന്ന സ്ഥലം ഏത് ബോക്സ് ആണ്? ഈ ഒരു ബോക്സ് ആണ്. അവർ രണ്ടുപേരെ ഉണ്ടാക്കുന്ന ബോക്സ് ഇതാണ്. അപ്പൊ ഇതാണ് ബി എന്ന മെഷീന്. ഓക്കെ അല്ലേ? സിമിലർലി നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ ഇനി അടുത്ത് എന്താണ്? സി നോക്കുക. സി 7ന്റെയും, അപ്പൊ സി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആളാണ്. അപ്പൊ 3 + 4 7 തുടങ്ങി 9 അവസാനിക്കും ജോബ് 1. സി എന്ന മെഷീൻ ജോബ് 1 ചെയ്യുന്നത് 7ന്റെയും 9ന്റെ ഇടയിലാണ്. അപ്പം ഇവിടെയാണ് സംഭവം, ഈ ഒരു ഭാഗത്താണ്. അതേ സമയത്ത് ജോബ് 2 ഈ സി എന്ന മെഷീന് എപ്പോഴാണ് കടത്തിയിടുന്നത്? രണ്ടാമതാണ് കടത്തുക. അപ്പൊ 5 + 4. അപ്പൊ 5ന്റെയും 9ന്റെ 5 + 4 9ന്റെ ഇടയിൽ. അപ്പൊ ഈ ഒരു ഇടയിലാണ് സി എന്ന ജോബ് ഇതാകുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? ഈ റെക്റ്റാങ്കിൾ ആയിരിക്കും എന്തിൻ്റെത്? സിന്റേത്. സിമിലർലി ഡിന്റേത് എന്താണ്? ഡി ജോബ് 1 പ്രോസസ് ചെയ്യുന്നത് എവിടെ? 4-മതാണ്. അപ്പൊ 4-മതാകുമ്പം എത്ര നമ്പറിനാണ് തുടങ്ങുന്നത്? 3 + 4 + 2 എന്നാണ്. 2 കഴിഞ്ഞിട്ടാണ് ഡി തുടങ്ങുന്നത്. അപ്പൊ 3 + 4 + 2 എന്ന് പറയുന്നത് 9 തുടങ്ങിയിട്ട് 15 ആവുമ്പോൾ കഴിയും. 6 മണിക്കൂർ എടുക്കുന്നത് 15 ആവുമ്പോൾ കഴിയും. അപ്പൊ 9 തുടങ്ങിയിട്ട് 15 ആവുമ്പം എന്ത് ഫിനിഷ് ആവും? ജോബ് 1 ഡി എന്ന മെഷീനിലൂടെ പോയി ഫിനിഷ് ആവും. ആ മെഷീൻ ജോബ് 2 ചെയ്യുന്നവരാണ്. അതും 4th പൊസിഷനിലാണ് ചെയ്യുന്നത്. പക്ഷെ 12ന്റെയും 14ന്റെ ഇടയിൽ ആണ് ഫിനിഷ് ആകുന്നത്. അപ്പം കറസ്പോണ്ടിങ് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ വരക്കാൻ പറ്റും. സിമിലർലി ഈക്കും നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ബോക്സുകൾ ആദ്യം വരക്കുക. ഇങ്ങനെ ബോക്സുകൾ വരച്ചതിന് ശേഷം ഇനി അടുത്ത് നോക്കേണ്ടത് ടൈം ടേക്കൺ ആണ്. നമ്മൾ എന്താണ് എലാപ്സ് ടൈം ആണ് കണ്ടുപിടിക്കാൻ നോക്കണം. അപ്പൊ എലാപ്സ് ടൈം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ ഒരു എൻഡ് പോയിന്റിലേക്ക്, ഈ 0-ൽ നിന്നും ഈ ഒരു എൻഡ് പോയിന്റ്, ലാസ്റ്റിൽ ഈ എൻഡ് പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ എത്തിപ്പെടാനുള്ള ടൈമാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതെന്താണ്? 3 മണിക്കൂർ ട്രാവൽ ചെയ്തു. ഇപ്പൊ 7 മണിക്കൂറായി, 9 ആയി, 15 ആയി, 17 ആയി. സിമിലർലി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ 5 മണിക്കൂറായി, 9 ആയി, 12 മണിക്കൂറാവും, 14 ആവും, 20 ആവും. അപ്പൊ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ടൈം മാറും. അപ്പൊ ഇവിടെ ജോബ് ഇപ്പൊ നമ്മൾ ഹൊറിസോണ്ടലി ഇങ്ങനെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ജോബ് 1 ഇങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം. നമ്മൾ വെർട്ടിക്കലി ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അർത്ഥം എന്താണ്? ജോബ് 2 പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം. അപ്പൊ നമ്മൾ ഡയഗണലി ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ മൂവ്മെന്റ് എന്തെങ്കിലും വെർട്ടിക്കലി ഹൊറിസോണ്ടൽ രണ്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? ഡയഗണലി ട്രാവൽ ചെയ്യുമ്പോൾ ജോബ് 1ഉം ജോബ് 2ഉം ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഇവിടുന്ന് ഈ ഒരു 0 എന്ന പോയിന്റിൽ നിന്ന് ഈ H1 ഈ മുകളിലുള്ള ഈ പോയിന്റിലേക്ക് എത്താൻ ട്രാവൽ ചെയ്യാനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ ട്രാവൽ ചെയ്യാൻ എങ്ങനെയാണ്? ഡയഗണലി ട്രാവൽ ചെയ്താണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് എത്താൻ കഴിയുന്നത്. അപ്പോൾ ഡയഗണലി ട്രാവൽ ചെയ്ത് പിന്നെ ഇവിടെ നിന്ന് ഹൊറിസോണ്ടലിൽ കയറി പോയാൽ മതി. അതായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. പക്ഷേ ഇപ്പം അപ്പൊ നമ്മൾ ഡയഗണലി ഇവിടെ നിന്ന് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബീന്റെ ഉള്ളിൽ കൂടെ കയറി പോകണമെന്നാണ്. അപ്പൊ ബീന്റെ ഉള്ളിൽ കൂടെ കയറി പോവാന്നുള്ളതിന് അർത്ഥം എന്താണ്? ബീന്റെ ഉള്ളിൽ കൂടെ കയറി പോവാന്നുള്ളതിന് അർത്ഥം എന്താ? ജോബ് 1ഉം ജോബ് 2ഉം ഒരേ സമയം മെഷീൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം. അതായത് ഡയഗണലി ട്രാവൽ ചെയ്യുമ്പോൾ ജോബ് 1 ജോബ് 2 നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ബീന്റെ ഉള്ളിൽ കൂടെ കാരണം ബി ആ പ്രോസസ്സ് രണ്ടും ഒപ്പരം ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ അല്ലേ?
പക്ഷെ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ബി ഒരേ സമയത്ത് 2 ജോബുകൾ ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? കാരണം എന്താണ് നമ്മൾ പറഞ്ഞ മെഷീൻ അറ്റ് എ ടൈം ഒരു ജോബ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ അസംഷനിൽ പെട്ടാണ്. അപ്പം നമ്മൾ പോകുന്ന ഈ ലൈന് ഒരിക്കലും ബോക്സിന്റെ ഉള്ളിൽ കൂടെ കയറി പോകാൻ പറ്റൂല. അപ്പം ബോക്സിന്റെ അവിടെ എത്തുമ്പോൾ ഒന്നെങ്കിൽ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി ട്രാവൽ ചെയ്യും. അപ്പൊ ഇങ്ങനെ പോയി ഇങ്ങനെ ഡയഗണലി ഇവിടെ എത്തിങ്ങാണ്ട് നിൽക്കും. ഇവിടുന്ന് പിന്നെ നമുക്ക് ഡയഗണലി പോയാൽ ഉള്ളിൽ കൂടെ കയറി പോകും. എന്തേനി ഹൊറിസോണ്ടലി പോയാലും ഉള്ളിൽ കൂടെ കയറി പോകും. അപ്പം എന്താ മോൾക്ക് കയറുക. അപ്പൊ മോൾക്ക് എത്ര പോകും? 2 യൂണിറ്റ് മുകളിൽ പോകും. കാരണം ഇവിടെ നമ്മൾ പോകുമ്പോൾ 3 വെച്ചിട്ടാണ് നിൽക്കുന്നത്. 3 അപ്പൊ ഇവിടെ വെച്ച് നിൽക്കുമ്പോൾ ഇവിടെ എന്താണ് ഈ കോർഡിനേറ്റ് ഉണ്ടാകും 3 എന്ന കോർഡിനേറ്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടെ എന്താണ് 5 ആണ്. അപ്പൊ ഇത് 5 എന്ന 3 എന്ന കോർഡിനേറ്റിൽ എത്തും. ഓക്കെ അല്ലേ? അപ്പൊ കോർഡിനേറ്റ് ഒക്കെ നിങ്ങൾ വരച്ചുകൊണ്ട് മനസ്സിലാക്കി കഴിയണം. അപ്പം ഈ ഒരു വെർട്ടിക്കലി നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ ജോബ് 1 എന്താണ്? ജോബ് 1 വെർട്ടിക്കലി ട്രാവൽ ചെയ്യുമ്പോൾ വെർട്ടിക്കലി നമ്മൾ പോകുമ്പോൾ ജോബ് 1 ഐഡിയലാണ്. ജോബ് 1 എന്താണ്? ഐഡിയലാണ്. ജോബ് 1 പരിപാടി ഒന്നും ചെയ്യില്ല. ജോബ് 1 ഐഡിയലാണ്. ഹൊറിസോണ്ടലി ട്രാവൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഹൊറിസോണ്ടലി ട്രാവൽ ചെയ്യാൻ നമ്മൾ ഇങ്ങനെ പോകാൻ അർത്ഥം. ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താണ്? ജോബ് 2 മുകളിലോട്ട് പോകണം. ജോബ് 2 ഫിക്സഡ് ആണ്. ജോബ് 1 മാത്രം മൂവ് ചെയ്യണം. അതിന്റെ അർത്ഥം എന്താണ്? ഹൊറിസോണ്ടലി ട്രാവൽ ചെയ്യുന്നതിന്റെ അർത്ഥം അത് ജോബ് 2 ആ സമയത്ത് എന്തായിരിക്കും? ഐഡിയൽ ആയിരിക്കും എന്നാണ് അർത്ഥം. അപ്പോൾ വെർട്ടിക്കലി ഇവിടെ 2 യൂണിറ്റ് ട്രാവൽ ചെയ്തു അർത്ഥം എന്താണ്? ഇവിടെ 2 യൂണിറ്റ് ജോബ് 1 ഐഡിയൽ ആയിരിക്കാണ്, ഒന്നും ചെയ്യാതിരിക്കാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇതിന്റെ മുകളിലെത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡയഗണലി പിന്നെയും ട്രാവൽ ചെയ്യാം. അപ്പൊ നമ്മൾ ഡയഗണലി ഇങ്ങനെ എൻഡ് വരെ എവിടെ തട്ടണത് വരെ നമ്മൾ ട്രാവൽ ചെയ്തു ഇവിടെ വരെ പോവാം. ഇതിന്റെ ഉള്ളിൽ കൂടെ പോകാൻ കഴിയില്ല. ഇതിന്റെ ഉള്ളിൽ കൂടെ പോയാൽ ഇതാവും. ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ ഇങ്ങനെ പോയിട്ട് ഇവിടെ പോയി ടച്ച് ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് പോവാം. അപ്പൊ അത്രക്കും ടൈം നമ്മൾ എത്രയാണ് ട്രാവൽ ചെയ്യണത്? ഇത്രക്കും ടൈം നമ്മൾ ജോബ് 2 ഐഡിയലായിരിക്കണം. അപ്പൊ കഴിയുന്നത്ര നമ്മൾ ഡയഗണലി ട്രാവൽ ചെയ്യാൻ നോക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് ഇങ്ങോട്ട് ഡയഗണലി ഇവിടെ വെച്ച് നിർത്തുന്നത്. എന്നിട്ട് ഇവിടെ പോകും. കാരണം ഇവിടെ നമുക്ക് ഡയഗണലി ട്രാവൽ ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്ക് ഇത്രക്ക് ഡയഗണലി ട്രാവൽ ചെയ്യാൻ കിട്ടും. മറ്റേത് നമ്മൾ നേരെ ഈ ഡയഗണലി തന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് ഡയഗണലി ട്രാവൽ ചെയ്യാൻ കഴിയൂല. അപ്പൊ നമ്മൾ എന്താ ഹൊറിസോണ്ടലി ഇങ്ങനെ പോകാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഡയഗണലി ഇങ്ങനെ ട്രാവൽ ചെയ്യും. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ ഡയഗണലി ട്രാവൽ ചെയ്യുള്ളൂ ഇവിടെ. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഡയഗണലി ഇത്രക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓബിയസ്ലി നമ്മൾ എന്താ എടുക്കുക? ഇവിടുന്ന് തന്നെ നമ്മൾ വെർട്ടിക്കലി ഇങ്ങനെ മുകളിലോട്ട് കയറാൻ നോക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഈ സമയത്ത് എന്തായിരിക്കും? ജോബ് 1 അവിടെ ഐഡിയൽ ആയിരിക്കും. ഐഡിയൽ ടൈം എത്ര ആയിരിക്കും? ഐഡിയൽ ടൈം വിൽ ബി 10 + 14 ഒരു 11 ടു ഇവിടെ ഇത് 11 ആണ്. ഈ പൊസിഷനിൽ എത്തുമ്പോൾ 11 ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 9 11 ആണ് ഇവിടെ. കാരണം ഇവിടെ 5 ആണ്. ഇവിടെ 9ലേക്ക് എത്തി. അപ്പൊ 5 + ഇവിടെ 5 എന്നാണ് തുടങ്ങുന്നത്. 3 5 എന്നാണ് ഇവിടെ തുടങ്ങുന്നത്. ഈ ഒരു പോയിന്റ് ഈ പൊസിഷൻ എന്താണ്? 3 ആണ് ഈ പൊസിഷൻ. ഈ പൊസിഷൻ എന്താണ്? 3 5 ആണ് ഈ ഒരു പൊസിഷൻ. അപ്പൊ ഇവിടുന്ന് ഇവിടേക്ക് എത്തുമ്പോൾ എന്താണ്? സെയിം ഡിസ്റ്റൻസ് എക്സ് ആക്സിസും വൈ ആക്സിസും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ 9 ആണ് ഇവിടെ എത്തുമ്പോൾ. അപ്പം ഇവിടെ 3 നിന്ന് 9ലേക്ക് എത്തി. അപ്പൊ 5 + 9 3 നിന്ന് 6. അപ്പം 5 + 6 11. അപ്പൊ 11 ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ 9 11 വരും ഇവിടെ. അതായത് ഇവിടെ ഇപ്പൊ 3 5 ആണ്. ഇവിടെ 0 0 തുടങ്ങി ഡയഗണലി ട്രാവൽ ചെയ്ത് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ 3 3 ആയി. പിന്നെ 2 ഡിസ്റ്റൻസ് മുകളിലായിട്ട് കയറി. അപ്പോൾ കോർഡിനേറ്റ് എന്താണ്? 3, 5 ആണ് കോർഡിനേറ്റ്. പിന്നെ നമ്മൾ ഡയഗണലി തന്നെ പിന്നെയും ട്രാവൽ ചെയ്തു. ഡയഗണലി ട്രാവൽ ചെയ്യുമ്പോൾ സെയിം ഡിസ്റ്റൻസ് എക്സിലും വൈയിലും നമ്മൾ പോവാണ് ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ 9 ആണ് എക്സ് ആക്സിസിലുള്ള സമയം. അപ്പം ഒരു 6 ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു നടത്തും. അപ്പൊ മുകളിലേക്കും 6 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പൊ 5 + 6 11 ആയി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 11 ആണ് ഇവിടെ ടൈം. അപ്പൊ ഈ ഒരു ഇത് പറഞ്ഞാൽ ഇവിടെ 11 ആണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 14 വരെ നമുക്ക് പിന്നെയും നമ്മൾ എന്ത് ട്രാവൽ ചെയ്യും? വെർട്ടിക്കലി ട്രാവൽ ചെയ്യും. അപ്പൊ അവിടുത്തെ ഐഡിയൽ ടൈം എന്താണ്? പിന്നെ 2 + 3 ജോബ് 1 അവിടെയും ഐഡിയൽ ആയിരിക്കും. ഇവിടെ 2 വെർട്ടിക്കലി 2 ട്രാവൽ ചെയ്തു. ഇവിടെ വെർട്ടിക്കലി 3 ട്രാവൽ ചെയ്തു. അപ്പൊ ആ 5 മണിക്കൂർ അപ്പം ഐഡിയൽ ആയിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് പിന്നെ നമ്മൾ ഡയഗണലി പിന്നെ ട്രാവൽ ചെയ്യുക. എന്നിട്ട് ഇവിടെ എത്തുക.
ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ ഇവിടെ ഹൊറിസോണ്ടലി h1 ഉണ്ട്. അപ്പം ഈ എൻഡിലേക്ക് എത്തണം. അപ്പൊ ഈ എൻഡിലേക്ക് എത്തുമ്പോൾ ഇത്രക്കും ഹൊറിസോണ്ടലി ട്രാവൽ. അപ്പൊ ആ സമയത്ത് എന്താണ്, ജോബ് 2 ഐഡിലായിരിക്കും. ജോബ് 2 എത്ര മണിക്കൂർ ഐഡിലായിരിക്കും? 2 മണിക്കൂർ ഐഡിലായിരിക്കും. അപ്പൊ ടോട്ടൽ എലാപ്സ്ഡ് ടൈം എന്നുള്ളത് ഈ ഇവിടെ എക്സ് ആക്സിസിമൽ ഏതാണ് ടൈം? 17 ആണ്. ഇപ്പോൾ എക്സ് ആക്സിസിമൽ ടൈം ഏതാണ്? 17 പ്ലസ് ഐഡിയൽ ടൈം ഓഫ് ജോബ് 1. എക്സ് ആക്സിസിമൽ ആണ് ജോബ് 1ന്റെ ആണ്. അപ്പം 17 പ്ലസ് വെർട്ടിക്കൽ ഐഡിൽ ആയിട്ടുള്ള സമയം. അപ്പൊ 2 പ്ലസ് 3 22. അല്ലെങ്കിൽ വേറൊരു രീതി നോക്കുക വെച്ചാൽ ടോട്ടൽ എലാപ്സ്ഡ് ടൈം വിൽ ബി ഈക്വൽ ടു വൈ ആക്സിസ് കൂടെ പോകുമ്പോൾ എൻഡ് പോയിന്റ് എന്താണ്? 20 ആണ് പോയിന്റ്. അപ്പം 20 പ്ലസ് ഐഡിയൽ ടൈം ഓഫ് ജോബ് 2. ജോബ് 2 ആണ് എവിടെ ഉള്ളത്? വൈ ആക്സിസുമാണ്. അപ്പൊ 20 പ്ലസ് 2 22. അപ്പൊ ഇതാണ് നമ്മളെ ടൈം. അപ്പൊ രണ്ട് രീതി നോക്കിയാലും എക്സ് ആക്സിസ് വൈ നോക്കിയാലും വൈ ആക്സിസ് വൈ നോക്കിയാലും രണ്ടാണ് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലാസ്റ്റ് ടൈം കിട്ടും. ടോട്ടൽ ലാസ്റ്റ് ടൈം എന്തായിരിക്കും? ഇവിടെ എക്സ് ആക്സിസിന് ലാസ്റ്റിൽ എന്താണോ വാല്യൂ അതേ പ്ലസ് വെർട്ടിക്കലി ഐഡിലായിട്ട് ഇരിക്കുന്ന സമയം, ജോബ് 1 ഐഡിലായിരിക്കുന്ന ടൈം. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് ഹൗ യു ഡു എ ജോബ് 2 M മെഷീൻ പ്രോബ്ലം. ഇനി അടുത്ത പ്രോബ്ലം, ഇതിൽ തന്നെ അടുത്ത പ്രോബ്ലം ഒന്നും കൂടി എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ കൂടെ നോക്കുക. അപ്പൊ ജോബ് 2, ജോബ് 1, ജോബ് 2 5 മെഷീൻ കൂടെയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ ആദ്യം ഡിറ്റർമിൻ ടോട്ടൽ എലാപ്സ്ഡ് ടൈം. ടോട്ടൽ ടൈം എന്താണ് എലാപ്സ്ഡ് നോക്കാം. അപ്പൊ ജോബ് 1ൻ്റെത്, ജോബ് 1 ആദ്യം മെഷീൻ എ ചെയ്യുന്നു, പിന്നെ ബി ചെയ്യുന്നു, പിന്നെ സി ചെയ്യുന്നു, പിന്നെ ഡി ചെയ്യുന്നു, പിന്നെ ഇ ചെയ്യുന്നു. ജോബ് 2 ആദ്യം സി ചെയ്യുന്നു, പിന്നെ എ ചെയ്യുന്നു, പിന്നെ ഡി, പിന്നെ ഇ, പിന്നെ ബി. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് നമ്മൾ എന്താക്കുക, എക്സ് ആക്സിസ് വരയ്ക്കുക, വൈ ആക്സിസ് വരയ്ക്കുക, 0 ഇടുക. എന്നിട്ട് പിന്നെ എന്താണ്, ഇവിടെ നമ്പേഴ്സ് കൊടുക്കുക. നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ജോബ് 1 ആയതുകൊണ്ട് ജോബ് 1ൻ്റെത് ആദ്യം 1 ഉണ്ട്, പിന്നെ 2, പിന്നെ 3, പിന്നെ 5, 1. അപ്പോൾ 0 to 1 ഉണ്ടാവും ഇവിടെ. ഇവിടെ ഒരു 1 ഉണ്ടാവും ഇവിടെ. പിന്നെ 1 പ്ലസ് 2 3 വരും. 3 പ്ലസ് 3 6 വരും. 6 പ്ലസ് 5 11 വരും. 9 കൊടുക്കേണ്ട ആവശ്യമില്ല. 6 പ്ലസ് 5 11 വരും. 11 പ്ലസ് 1 12 വരും. അപ്പൊ എങ്ങനെ കൂട്ടുന്നത്? 1 2 3. അപ്പോൾ 1 ആദ്യം വരും, പിന്നെ 1 പ്ലസ് 2 പിന്നെ അടുത്തത്, പിന്നെ 1 പ്ലസ് 2 പ്ലസ് 3, പിന്നെ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 5 അടുത്തത്, പിന്നെ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 11. അങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ടാവും, പിന്നെ 3 6 11 12. 9നെ കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. സിമിലർലി ജോബ് 2 ആദ്യം എന്താണ്? 0 to 3 ആണ്. ഫസ്റ്റ് 0 to 3. അപ്പം 0 to 3 വരും. പിന്നെ കഴിഞ്ഞിട്ട് എന്താണ്? പിന്നെ 4 മണിക്കൂർ എടുക്കുന്നത്. അപ്പോൾ 3 പ്ലസ് 4 7 വരും. പിന്നെ 7 പ്ലസ് 2 9 വരും. പിന്നെ 9 പ്ലസ് 1 10 വരും. 10 പ്ലസ് 5 15 വരും. അപ്പൊ ഇങ്ങനെയാണ് ജോബ് 1ഉം ജോബ് 2ൻ്റെയും അടിയിലുള്ള നമ്പേഴ്സ് എഴുതുക. ഇനി അടുത്തത് എന്താ നോക്കേണ്ടത്? എ എന്ന മെഷീന് ജോബ് 1 അപ്ലൈ ചെയ്യുന്ന നോക്കുക. ജോബ് 1 ഫസ്റ്റ് തന്നെ ചെയ്യും. ജോബ് 2 അത് അപ്ലൈ ചെയ്യുന്നത് മെഷീൻ രണ്ടാമതാണ് ചെയ്യുന്നത്. അപ്പോൾ ജോബ് 1ൽ ആദ്യത്തെ 0 1 ഇവിടെ വരും. ജോബ് 2 ഏതാണ് വരിക? 3 to 7 ഇതാണ്. അപ്പം ഇവിടെ എന്ത് വരും? അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതാണ്? ഈ ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ അല്ലേ? അപ്പൊ ഈ റെക്റ്റാങ്കിൾ ആണ് എൻ്റെത്. സിമിലർ ബി എന്താണ്? ബി ജോബ് 1 രണ്ടാമത് ചെയ്യും. ജോബ് 2 അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ജോബ് 1 രണ്ടാമത് ചെയ്യാറുണ്ട് എന്താണ്? രണ്ടാമത് 1 to 3ലാണ് എന്ത് വരിക? ബി വരിക. ഇവിടെ 10 to 15ലാണ് വരിക. 10 to 15ൽ വരും. ഇവിടെ 1 to 3ൽ വരും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് റെക്റ്റാങ്കിൾ എവിടെ വരും? ഇവിടെ വരും. സിമിലർലി സി ഡി ഇ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്താണ്? ഇവിടെ നിങ്ങട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത് നോക്കുക. ഇവിടെ നിങ്ങട്ടേക്ക് എങ്ങനെ ട്രാവൽ ചെയ്യുക? ഡയഗണലി കൈനകത്ത് ഡയഗണലി ട്രാവൽ ചെയ്യണം ഇവിടെ നിന്ന് എൻഡിലേക്ക്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഡയഗണലി ഇവിടെ വരെ ട്രാവൽ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഡയഗണലി ട്രാവൽ ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. പിന്നെ എന്താ സംഭവിക്കുക വെച്ചാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടലി കുറെ ട്രാവൽ ചെയ്യണം. കൈനത്ര നമ്മൾ ഡയഗണലി ആണ് ട്രാവൽ ചെയ്യാൻ നോക്കണം. അപ്പോൾ രണ്ട് ജോബ് 1ഉം ജോബ് 2ഉം നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഏറ്റവും പെട്ടെന്ന് നമ്മൾ എവിടെ എത്തുക? എൻഡ് പോയിന്റിൽ എത്തുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക?
ഇവിടെ എത്തിയിട്ട് നിന്നിട്ട് ഇവിടുന്ന് ഈ കുറച്ച് വെർട്ടിക്കലി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻഡ് വരെ നമുക്ക് എങ്ങനെ പോവാം, ഡയഗണലി ട്രാവൽ ചെയ്യാം. അപ്പോൾ വെർട്ടിക്കലി ഇത്രക്കും നമ്മൾ എന്താവും, ജോബ് 1 ഐഡിൽ ആയിരിക്കും ഈ ഒരു സമയം. അപ്പൊ ഐഡിൽ ടൈം എന്താന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിൽ ഈ ഒരു പൊസിഷനിലേക്കുള്ള ടൈം ആയിരിക്കും ഐഡിൽ. 9 - 6 ആയിരിക്കും, 3 ആയിരിക്കും ഇവിടെ ഐഡിൽ ടൈം. കാരണം 6 ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു, 6 ഡിസ്റ്റൻസ് ഇവിടേക്ക് ട്രാവൽ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 6 ആണ് ഈ കോർഡിനേറ്റ്. ഇവിടെ നിങ്ങൾ 9ലേക്ക് എത്തുമ്പോൾ ഇത് ഡിസ്റ്റൻസ് എന്തായിരിക്കും, 9 - 6 3 ആയിരിക്കും. അപ്പം ഐഡിയൽ ടൈം ഓഫ് ജോബ് 1 വിൽ ബി 3 ഈ ഒരു വെർട്ടിക്കലി ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ ഫുള്ള് ഹൊറിസോണ്ടൽ ആണ്. അപ്പൊ ടോട്ടൽ എലാപ്സ് ടൈം എന്തായിരിക്കും, ടോട്ടൽ എലാപ്സ് ടൈം വിൽ ബി ഈക്വൽ ടു ഒന്നെങ്കിൽ 15. കാരണം എന്താണ്, ഇപ്പം ഹൊറിസോണ്ടലി ട്രാവൽ ചെയ്യുമ്പോൾ ജോബ് 1 ഒരിക്കലും നിൽക്കണില്ല, ഹൊറിസോണ്ടലി നമ്മൾ ഒരിക്കലും ട്രാവൽ ചെയ്യില്ല. അപ്പം ഒന്നെങ്കിൽ 15 ആണ്, അല്ലെങ്കിൽ വേറെ രീതി നോക്കാം, ജോബ് ടോട്ടൽ എലാപ്സ് ടൈം വിൽ ബി ഈക്വൽ ടു 12 പ്ലസ് ഐഡിൽ ടൈം ഓഫ് ജോബ് 1. ഐഡിൽ ടൈം ഓഫ് ജോബ് 2 എന്താണ്, 0 ആണ്, അതാണ് 15 പ്ലസ് 0 എന്ന്. അപ്പം ടോട്ടൽ ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ 12 പ്ലസ് 3 ഐഡിൽ ടൈം ഓഫ് ജോബ് 1. ജോബ് 1 ഈ 3 ഇവിടെ ഒരു 3 മണിക്കൂർ വെറുതെ ഇരിക്കുന്നുണ്ട്, അപ്പം 15. അങ്ങനെ ടോട്ടൽ എലാസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ വേറൊരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യല്, ഏത് ജോലിയാണ് ഒരു മെഷീൻ ആദ്യം ചെയ്യുക എന്നുള്ള കാര്യം നോക്കുക. അതാണ് വേറൊരു ചോദ്യം ഉണ്ടാവുക. മെഷീന് ഇതിപ്പോ ഇങ്ങനത്തൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ എലാസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം ചോദിക്കാവുന്നത്, ഇപ്പം എ എന്ന മെഷീൻ ആദ്യം ജോബ് 1 ചെയ്യോ ജോബ് 2 ചെയ്യോ, ബി എന്ന മെഷീൻ ആദ്യം ഏത് ജോബാണ് ചെയ്യുക, സി എന്ന മെഷീൻ ആദ്യം ഏത് ജോബാണ് ചെയ്യുക, ഡി എന്ന മെഷീൻ ആദ്യം ഏത് ജോബാണ് ചെയ്യുക, ഇ എന്ന മെഷീൻ ആദ്യം ഏത് ജോബാണ് ചെയ്യുക. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം എങ്ങനെ കൊടുക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷ് ആവും. അപ്പൊ ഇനി അടുത്തത് ഏത് ജോലിയാണ് ആദ്യം ചെയ്യുക എന്നുള്ള കാര്യം നോക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇതൊക്കെ വരച്ച് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബോക്സ് എടുക്കുക, ഒരു മെഷീനിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ബോക്സ്, ആ ബോക്സിന്റെ ഈ ഒരു കോർണർ എടുക്കുക. അപ്പൊ ഏത് ബോക്സ് ആണെങ്കിൽ ഈ ഒരു കോർണർ, ഇതിൻ്റെതാണെങ്കിൽ ഈ ഒരു കോർണർ, ഇതിനാണെങ്കിൽ ഈ കോർണർ, അതായത് നമ്മളെ സൗത്ത് വെസ്റ്റ് കോർണർ. അപ്പൊ സൗത്ത് വെസ്റ്റ് കോർണർ എടുക്കുക. സൗത്ത് വെസ്റ്റ് കോർണർ പറയുമ്പോൾ ഇത് കേട്ടോ, സോറി, ഈ ഒരു പോയിന്റ് ഇവിടെ 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 ഈ ഒരു പോയിന്റ് ഇവിടെ ആകുമ്പോൾ ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിൽ കോർഡിനേറ്റ് വാല്യൂ എന്താ നോക്കുക. ഇവിടുത്തെ കോർഡിനേറ്റ് വാല്യൂ എന്തായിരിക്കും, 3,0. ഇവിടുത്തെ കോർഡിനേറ്റ് വാല്യൂ എന്താണ്, 0,3. അപ്പൊ ഇവിടെ എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ, അപ്പൊ 0,3ന്റെ കേസിൽ എക്സ് ലെസ് ദാൻ വൈ, അങ്ങനെയാണെങ്കിൽ ജോബ് 1 പ്രൊസീഡ്, ജോബ് 1 ആയിരിക്കും പ്രൊസീഡ് ജോബ് 2 ഇൻ മെഷീൻ എ. എ എന്ന മെഷീനിൽ ആദ്യം ഏത് ജോബ് ചെയ്യണം, 1 ജോബ് ചെയ്യണം, പിന്നെയാണ് 2 ചെയ്യുക. ഇവിടെ ഇപ്പൊ 30 ആയതുകൊണ്ട് വൈ ലെസ് ദാൻ ആക്കുക. അപ്പൊ 30 ആയതുകൊണ്ട് മെഷീൻ ആദ്യം ജോബ് 2 ചെയ്യും. ജോബ് 2 പ്രൊസീഡ് ജോബ് 1 ഇൻ സി. മനസ്സിലായില്ലേ? അപ്പൊ സൗത്ത് വെസ്റ്റ് കോർണർ, ഈ കോർണർ എടുക്കുക. ഇവിടെ ഈ കോർണറിന്റെ വാല്യൂ എന്താന്ന് നോക്കുക. ഇതെന്തായിരിക്കും, 6, 7 ആണ് ഇത്. അപ്പൊ ഇവിടെ എന്താണ്, 6 ഈസ് ലെസ് ദാൻ 7, അതുകൊണ്ട് ജോബ് 1, അപ്പൊ 6 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. അപ്പൊ ജോബ് 1 ആദ്യം നടക്കണം. ജോബ് 1 പ്രൊസീഡ് ജോബ് 2 ഇൻ ഡി, മെഷീൻ ഡി. അപ്പൊ ഇങ്ങനെയാണ് അത് പ്രൊസീഡൻസിന്റെ ആ കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏത് ജോലിയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത് എന്താണ്, ഈ ഒരു കോർണറിലുള്ള കോർഡിനേറ്റ് വാല്യൂ എന്താന്ന് നോക്കുക. അതായത് എല്ലാ മെഷീന്റെയും ഈ കോർണർ ഉണ്ടാവുമല്ലോ, അതായത് സൗത്ത് വെസ്റ്റ് കോർണർ, അതായത് ഫസ്റ്റിൽ വരുന്ന ഈ കോർണർ, ഈ കുഞ്ഞു കോർണർ, ആ കോർണറിലുള്ള കോർഡിനേറ്റ് എന്താന്ന് നോക്കുക. ആ കോർഡിനേറ്റിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ ലെസ് ദാൻ വൈ ആണെങ്കിൽ അപ്പം ജോബ് 1 ആദ്യം ചെയ്യണം, കാരണം എക്സ് ആക്സിസിലാണ് ജോബ് ഉള്ളത്. ഇനി വൈന്റെ വാല്യൂ ലെസ് എങ്കിൽ ജോബ് 2 ആദ്യം ചെയ്യണം. ആ മെഷീൻ ആദ്യം ആ ജോബ് ചെയ്യണം എന്നല്ല, ചെയ്യും. ഇനി ഇതിന്റെ അൽഗോരിതം നോക്കുക, അതായത് 2 ജോബ്സ് എം മെഷീൻസിന്റെ അൽഗോരിതം. അപ്പം അത് തന്നെ 2 പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അതിൽ നമ്മൾ ഹൊറിസോണ്ടലി ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ജോബ് 1 ആണ് വർക്ക് ചെയ്യുന്നത്, ജോബ് 2 ആയിരിക്കും. വെർട്ടിക്കൽ ലൈൻ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, ജോബ് 2 വർക്കിംഗ് ആയിരിക്കും, ജോബ് 1 എന്തായിരിക്കും, റിമെയിൻസ് ഐഡിൽ ആയിരിക്കും. ഇനി അടുത്ത് മാർക്ക് ദ പ്രോസസിംഗ് ടൈം ഓഫ് ജോബ് 1 ആൻഡ് ജോബ് 2. അപ്പോൾ പ്രോസസിംഗ് ടൈം, അപ്പോൾ അടിയിലും മുകളിലും നമ്മൾ ഓരോരോ വാല്യൂസ് നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക. ആ പ്രോസസിംഗ് ടൈമുകൾ ഓരോന്നായിട്ട് നമ്മൾ വെർട്ടിക്കലി ഹൊറിസോണ്ടലി ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് 3 ആണ്, സ്റ്റാർട്ട് ഫ്രം ദ ഒറിജിനിൽ തുടങ്ങുക. കൺസ്ട്രക്ട് വേരിയസ് ബ്ലോക്സ് ബൈ പെയറിംഗ് ദ സെയിം മെഷീൻസ്. എന്നിട്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കുക, മെഷീന്റെ ബ്ലോക്കുകൾ ഉണ്ടാക്കുക. എങ്ങനെ,
ടൈമുകൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ടൈമുകൾ കമ്പയർ ചെയ്തിട്ടാണല്ലോ ബ്ലോക്ക് ഉണ്ടാക്കുക. കമ്പയർ ദ ടൈംസ് ആൻഡ് മേക്ക് ദ ബ്ലോക്സ്. ഇനി അടുത്തത് നമ്മൾ ടോട്ടൽ ലാസ്റ്റ് ടൈം കാണാൻ എന്തുകൊണ്ട് സംഭവിക്കണം? വെർട്ടിക്കലി ട്രാവൽ ചെയ്യണം നോക്കണം. അപ്പൊ സ്കെച്ച് ദ ലൈൻ ഫ്രം ഒറിജിൻ ടു ദി എൻഡ് പോയിന്റ്. ഒറിജിനിൽ നിന്നും എൻഡ് പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ലൈൻ കൺസ്ട്രക്ട് ചെയ്യുക. എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? ബൈ മൂവിങ് ഹൊറിസോണ്ടലി, വെർട്ടിക്കലി ഓർ ഡയഗണലി അറ്റ് 45 ഡിഗ്രി ആംഗിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ ബേസ്. ഒന്നെങ്കിൽ ഹൊറിസോണ്ടലി ട്രാവൽ ചെയ്യുക, അതായത് എക്സ് ആക്സിസിനോട് പാരലായി ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ വൈ ആക്സിസിനോട് പാരലായി ട്രാവൽ ചെയ്യുക, അതായത് വെർട്ടിക്കലി ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ഡയഗണലി ട്രാവൽ ചെയ്യുക. ഇങ്ങനെ ട്രാവൽ ചെയ്യുക, എന്നിട്ട് ഒറിജിൻ നിന്ന് എൻഡ് പോയിന്റിലേക്ക് എത്തുക. ദ ഹൊറിസോണ്ടൽ ലൈൻ സെഗ്മെന്റ് ഓഫ് ദ ലൈൻ ഇൻഡിക്കേറ്റ് ദ ഫസ്റ്റ് ജോബ് ഈസ് അണ്ടർ പ്രോസസ്. ഹൊറിസോണ്ടൽ ലൈൻ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ജോബ്, ഒന്നാമത്തെ ജോബ് ഇങ്ങനെ നടന്നു, അതായത് ഹൊറിസോണ്ടലി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന അർത്ഥം എന്താണ്? ജോബ് 1 നടന്നുകൊണ്ടിരിക്കുകയാണ്. വെർട്ടിക്കലി ട്രാവൽ ചെയ്യുന്ന അർത്ഥം എന്താണ്? ജോബ് 2 നടന്നുകൊടുക്കുക. അപ്പോൾ സിമിലർലി വെർട്ടിക്കൽ സെഗ്മെന്റ് ഓഫ് ദ ലൈൻ ഇൻഡിക്കേറ്റ് ദ സെക്കൻഡ് ജോബ് ഈസ് അണ്ടർ പ്രോസസ് വൈൽ ദ ഫസ്റ്റ് ജോബ് ഈസ് ഐഡൽ. ദ ഡയഗണൽ സെഗ്മെന്റ്, ഡയഗണലി ട്രാവൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 2 ജോബ്സും പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം. ഇനി അടുത്ത്, the path that minimizes the idle time is the optimal path for both of the jobs. അപ്പം ഏറ്റവും ഐഡൽ ടൈം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ പാത്ത്, ഏറ്റവും സ്മോളസ്റ്റ് ഒപ്റ്റിമൽ പാത്ത് ആയിരിക്കും ഐഡൽ ടൈമിൻ്റെത് എന്നുള്ള കാര്യം. The total elapsed time is calculated by adding the idle time for either of the job to the completion of that job on all machines. അപ്പോൾ ടോട്ടൽ elapsed time നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഐഡൽ ടൈം വിത്ത് പ്ലസ് എന്താണ് ആ ഒരു എന്തെങ്കിലും ജോബ് പ്രോസസ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇപ്പോൾ ജോബ് 1 ആണെങ്കിൽ 17 മണിക്കൂർ കൊണ്ട് തീരുകയാണെങ്കിൽ ഐഡൽ ടൈം 5 ഉണ്ടെങ്കിൽ 17 + 5 22 ടൈം എടുക്കും. ഇപ്പോൾ വെർട്ടിക്കലി ട്രാവൽ ചെയ്യുമ്പം 20 ആണ് മൊത്തം ജോബ് 2 പ്രോസസ് ചെയ്യാനുള്ള ടൈം, പ്ലസ് 2 മണിക്കൂർ ജോബ് 2 ഐഡിൽ ആയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ടോട്ടൽ ലാസ്റ്റ് ടൈമിൽ ഈക്വൽ ടു 20 + 2. അപ്പോൾ ഇതാണ് ഇതിന്റെ അൽഗോരിതം. ഇത്രയുള്ള പരിപാടി. അപ്പോൾ എക്സാമ്പിൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് അൽഗോരിതം. അപ്പോൾ ഈ അൽഗോരിതം ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുക. അൽഗോരിതം ചോദിക്കുകയാണെങ്കിൽ അൽഗോരിതം എഴുതുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഗ്രാഫ് വരക്കുക ചെയ്യുക. അപ്പോൾ ഗ്രാഫ് വരക്കുന്നത് എവിടെ മാത്രമാണ്? ജോബ് 2 ജോബ്സ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഗ്രാഫ് വരക്കുകയുള്ളൂ. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ അതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, പ്രോബ്ലം ചെയ്യുമ്പോൾ.